മരിക്കുന്നതിനു മുൻപ് വിവാഹമോചിതയായിരുന്നു കൽപ്പന. ഭർത്താവായിരുന്ന അനിലുമായുണ്ടായ പ്രശ്നത്തെ തുടർന്ന് വീട് വിട്ടിറങ്ങിയ കൽപ്പന പിന്നീട് നിയമപരമായി വിവാഹമോചനം നേടുകയായിരുന്നു. കൽപ്പനയും ഭർത്താവും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നടിയുമായി അടുത്ത ബന്ധമുള്ളവർ വെളിപ്പെടുത്തിയിരുന്നു. അപ്പോഴൊന്നും അനിൽ പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോഴിതാ തനിക്കും കൽപ്പനയ്ക്കും ഇടയിൽ സംഭവിച്ചതെന്താണെന്ന് പറയുകയാണ് അനിൽ. മനോരമ ഓൺലൈനിനോടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. തങ്ങൾ പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് അനിൽ പറയുന്നത്. തങ്ങളെ അകറ്റിയത് ചുറ്റുമുള്ളവരാണെന്നും അദ്ദേഹം ആരോപിച്ചു. സാധാരണ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ തങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ചിലർ അത് ആളിക്കത്തിച്ച് വലിയ പ്രശ്നമാക്കി മാറ്റി. തനിക്ക് കൽപ്പനയെ സംശയമാണെന്ന് വരെ ചിലർ പറഞ്ഞു പരത്തി. അവൾ വീട് വിട്ട് ഇറങ്ങിപ്പോയതാണെങ്കിലും തീർച്ചയായും തിരികെ വരുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നും അനിൽ പറയുന്നു. അവൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു. താൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കൃത്യമായി മരുന്ന് കൊടുക്കുമായിരുന്നു. അവൾ പോകുമ്പോൾ താൻ പറഞ്ഞതും മരുന്ന് കഴിക്കണമെന്നാണ്. അവൾ വരുമെന്ന് കരുതി വീടിൻ്റെ വാതിൽ താൻ വൈകിയേ അടച്ചിരുന്നുള്ളൂ. മടങ്ങി വരുമെന്നായിരുന്നു പ്രതീക്ഷ. അതുണ്ടായില്ല. വീട്ടിലേക്ക് മടങ്ങി വരണമെന്ന് പറഞ്ഞാണ് കോടതിയിൽ കേസ് കൊടുത്തത്. അല്ലാതെ വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല. അവളെ പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. പക്ഷേ വളരെ പെട്ടെന്ന് അതൊക്കെ വഷളായി. തങ്ങളെ അകറ്റാനായി ചിലർ ശ്രമിച്ചു. കൽപ്പന ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് കരുതിയിരുന്നില്ല. അവളുടെ മരണം തനിക്ക് ഷോക്കായിരുന്നു. കൽപ്പന മരിക്കുന്ന സമയത്ത് താൻ മറ്റൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു. മാത്രമല്ല വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടക്കുന്ന കൽപ്പനയെ കാണാൻ തനിക്ക് സാധിക്കുമായിരുന്നില്ല. അവൾ മരിച്ചു കിടക്കുന്ന ഫോട്ടോ പോലും താൻ കണ്ടിരുന്നില്ല. തനിക്ക് അമ്മയെ അത്തരത്തിൽ കാണാൻ സാധിക്കില്ലെന്ന് മകളെ വിളിച്ചു പറയുകയായിരുന്നു. മകളും ഞാനും തമ്മിൽ നല്ല അടുപ്പത്തിലായിരുന്നു. കൽപ്പന മരിച്ചപ്പോൾ പോലും ഞങ്ങൾ തമ്മിൽ അടുപ്പമുണ്ടായിരുന്നു. എൻ്റെ കുടുംബവുമായിട്ടെല്ലാം വളരെ കണക്റ്റഡ് ആയിരുന്നു അവൾ. എന്നാൽ ഇപ്പോൾ കുറച്ചു നാളുകളായി അവളുമായി യാതൊരു ബന്ധവുമില്ല. മകളെ നേരിട്ട് കാണാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ഒരിക്കൽ സമ്മാനവുമായി അവളെ കാണാൻ പോയി. എന്നാൽ ഗേറ്റിന് പുറത്ത് ഏൽപ്പിക്കാനാണ് അവർ പറഞ്ഞത്. അതോടെ ആ പോക്കും നിന്നു. എന്താണ് നമുക്കിടയിൽ ഉണ്ടായതെന്ന് അറിയില്ല. മകൾ ഇപ്പോൾ കൽപ്പനയുടെ അമ്മയ്ക്കൊപ്പമാണ്. നല്ല നിലയിലാണ് അവർ അവളെ നോക്കുന്നത്. ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചത് അമ്മയുടെ കൂടി നിർബന്ധത്തിലായിരുന്നു. അമ്മ മരിച്ചപ്പോൾ ആരും കൂടെയില്ലെന്ന തോന്നലായി. ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടപ്പോഴാണ് വീണ്ടും വിവാഹിതനായത്. പൂർണ്ണമായും അറേഞ്ച്ഡ് വിവാഹമായിരുന്നു. അവൾ വക്കീലാണ്. ഇപ്പോൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും കൊച്ചിയിലാണ് കഴിയുന്നത്. മകൾ തെറ്റിദ്ധാരണ മാറി തൻ്റെ അടുത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ അവളെ തേടി പോകുമെന്നും അനിൽ പറഞ്ഞു.